ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ കപ്പും കൈവിട്ടു. അപ്പോൾ ഇനി സമ്മർ ട്രാൻസ്ഫർ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ട്രാൻസ്ഫർ റൂമേഴ്സും അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ബ്ലാസ്റ്റേഴ്സിനെ പറ്റി. അത് എപ്പോഴും നടക്കുന്നതാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് 2 താരങ്ങൾ പോകുമെന്ന് നേരത്തെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മാർക്കസ് മർഗലാവോ. അപ്പോൾ മാർക്കസ് മർഗലാവോ ഇപ്പം ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ചോദിച്ചപ്പോൾ സാർ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് പ്ലീസ് എന്ന് ചോദിച്ചപ്പോൾ മാർക്കസ് മർഗലാവോ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലുള്ള വിദേശ താരങ്ങളെക്കുറിച്ച് കാര്യത്തിൽ ഇതുവരെ ഒരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ ഒരു വ്യക്തത അതിൽ വരുമെന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകാൻ സാധ്യതയുള്ള താരങ്ങളെന്ന് പറയുന്നത് പെപ്രയും മിലോസുമായിരിക്കും. എന്തായാലും പെപ്ര അടുത്ത സീസൺ ഉണ്ടാകത്തില്ല. പിന്നെ മിലോസിൻ്റെ കോൺട്രാക്റ്റിൽ ഒരു 2 പേരും കൂടി ബ്ലാസ്റ്റേഴ്സും മിലോസും കൂടെ തീരുമാനിച്ച് അവർ തമ്മിൽ വേർപിരിയും. അവശേഷിക്കുന്ന കോൺട്രാക്റ്റ് അവർ തമ്മിൽ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് വേർപിരിയും. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കായിരിക്കും ചിലപ്പോൾ മിലോസ് പോകാൻ സാധ്യതയുള്ളത് എന്നും കൂടി മാർക്കസ് മർഗലാവോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കുറേ താരങ്ങൾ എപ്പോഴത്തെയും പോലെ വിടുമെന്ന് ഉറപ്പാണ്. കുറേ താരങ്ങൾ പുറത്തേക്ക് തന്നെയാണ്. പകരം കുറേ താരങ്ങൾ എത്തിക്കുകയും വേണം. ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ മാർക്കറ്റിലെ ഒരു ക്രെഡിബിൾ ന്യൂസ് എന്ന് പറയാൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തിനെയും ഇതുവരെയായിട്ടും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അമേറാണ് അവിടെ സൈൻ ചെയ്തു, അത് ശരിയാണ്, അത് ഒരു വ്യക്തതയുണ്ട്. ഇനി അതിനെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അടുത്ത സമ്മർ ട്രാൻസ്ഫറിൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തുമോ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ജൂണിൽ ആവുമ്പോൾ തന്നെ മാർക്കസ് മർഗലാവോ റിപ്പോർട്ട് ചെയ്യുമെന്ന് ഉറപ്പുണ്ട് ആരാധകർക്കും. എന്തായാലും സൂപ്പർ താരങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മിലോസും പെപ്രയും ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസൺ ഉണ്ടാവത്തില്ല എന്ന് തന്നെ ഇപ്പോൾ മാർക്കസ് മർഗലാവോ പറയുന്നുണ്ട്. അപ്പോൾ 2 മികച്ച ഒരു വിദേശ പ്ലേയേഴ്സും കൂടി വരട്ടെ. വേറെ വിദേശ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഇതുമായിട്ടും ഒരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല എന്നും കൂടി മാർക്കസ് മർഗലാവോ പറയുന്നു.